പരസ്യം പിന്നെ ഞാൻ തിരക്കഥ വായിക്കും. ചെറുതാണ്. ഒരു പേജേ ഉള്ളൂ. ഈ ബാഹുലിൽ ആരെങ്കിലും പോലീസിലുണ്ടോ? ചാൻസ് വളരെ കുറവാണ്. അതല്ല, എല്ലാത്തിലും ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡ് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു അവന് ഡ്രാമ, മിസ്റ്ററി, ത്രില്ലർ അതാണ് താല്പര്യം. ഒരുപാട് വായിക്കുന്നതും. പല ആളുകളുടെ കഥകൾ കൂടിയാണല്ലോ. അപ്പൊ അവരെ കൂടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഈ ഫോർമാറ്റിന് മാറ്റമില്ല. അത് എവിടെ പരസ്യമാണ് എഴുതി അതും ഇതും 10 ദിവസത്തിലാട്ടോ അവൻ എഴുതി. അണ്ടർ 10 days എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അയച്ചു തന്നിട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടാണ് അവനോട് ഡിസ്കഷൻ തുടങ്ങിയത്. ഇപ്പൊ സിനിമ നമ്മൾ ഒറ്റ ട്രാക്കിൽ പോകുന്നതിന് പകരം വെബ് സീരീസുകളിലേക്ക് വരുമ്പോൾ പല ആളുകളിലൂടെ പല വിഷയങ്ങളിലൂടെ ഒക്കെ സഞ്ചരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ കിട്ടുന്നുണ്ട്. അതിന് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? ഭയങ്കര. കാരണം വെച്ചാൽ നമുക്കിപ്പം ഇപ്പം ഫസ്റ്റ് എപ്പിസോഡ് തീരുമ്പോൾ ഏത് സ്ഥലത്ത് നിർത്തിയതോ സെക്കൻഡ് തുടങ്ങുമ്പോൾ അതിന് നിർബന്ധമില്ല. പ്രോപ്പർ ഒരു നമ്മളിപ്പം എല്ലായിടത്തും കണ്ട വെബ് സീരീസിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ. അപ്പം സീസൺ 1-നേക്കാളും സീസൺ 2 ആണ് കുറച്ചുകൂടെ ഒരു വെബ് സീരീസ് കറക്റ്റ് ഫോർമാറ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ സംഭവം. കാരണം ഈ മൾട്ടിപ്പിൾ ലേയേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് പലരുടെയും ട്രാക്ക് നമുക്കിഷ്ടമുള്ള ടൈം ലൈനിൽ പറയാൻ പറ്റും. അങ്ങനത്തെ കുറേ ഫ്രീഡം ഉണ്ട്. പിന്നെ ഞാനിത്ര ബ്രീഫിംഗ് ഒന്നും ബൗലിനോട് പറഞ്ഞിട്ടില്ല. അതായത് നമുക്ക് ഇവരെ ഇൻക്ലൂഡ് ചെയ്യണം, ഈ ഫ്രാഞ്ചൈസിയുടെ അടുത്ത സീസണാണ്, ഈ ക്യാരക്ടേഴ്സ് എനിക്ക് മസ്റ്റായിട്ട് വേണം, പക്ഷെ കഥ അവൻ്റെ ഇഷ്ടമുള്ളത്, എനിക്ക് ഇഷ്ടമുള്ള സ്കെയിലിൽ ഇഷ്ടമുള്ള രീതി ആലോചിക്കുന്നു പറഞ്ഞാണ് ആ ഫ്രീഡമാണ് കൊടുത്തത്. ബാക്കി സ്ക്രിപ്റ്റ് വന്നതിന് ശേഷമാണ് എല്ലാവരും ഇൻവോൾവ് ആയത്. ഈ ബാഹുലിൽ ആരെങ്കിലും പോലീസിലുണ്ടോ? ചാൻസ് വളരെ കുറവാണ്. അതല്ല, എല്ലാത്തിലും ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡ് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു അവന് ഡ്രാമ, മിസ്റ്ററി, ത്രില്ലർ അതാണ് താല്പര്യം. ഒരുപാട് വായിക്കുന്നതും. ആള് സിനിമാറ്റിക്കലി ആണ് കഥ ആലോചിക്കുന്നതെന്ന് പറയാറുണ്ട്. അപ്പം ബാഹുലിന്റെ നരേഷനുകളില് കഥകളിൽ ആ ഒരു ഫീൽ വന്നിട്ടുണ്ടോ? ഇല്ല, അവൻ ആക്ച്വലി ആദ്യം നറേറ്റ് ചെയ്യത്തില്ല. നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു കഥ കിട്ടുമ്പം ഒരു ഐഡിയ പറയുക, അല്ലെങ്കിൽ ഒരു പ്ലോട്ട് പറയുക, ജസ്റ്റ് ഒരു സീൻ പറയുക, ഇതൊന്നും ചെയ്യത്തില്ല. ആൾ എഴുതിയിട്ട് ഇത് അയച്ചു തരും മെയിലിൽ. നമ്മളത് വായിച്ചോണം. ഫുൾ സ്ക്രിപ്റ്റായിട്ട് അയക്കത്തുള്ളൂ. അത് വായിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് അവൻ വരത്തുള്ളൂ. എന്നിട്ട് ഡിസ്കഷൻ തുടങ്ങത്തുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു ആളാണ്. അപ്പോൾ നമുക്കും എക്സൈറ്റ്മെൻറ്റ്. അവൻ എഴുതി അയക്കുന്ന ആ സമയത്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് എന്താണ്, ഒരു ക്ലൂ ഇല്ല, എന്താണ് വരുന്നതെന്നോ എന്താണോ തരുന്നതെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. എഴുതി ഇതും 10 ദിവസത്തിലാട്ടോ അവൻ എഴുതി. അണ്ടർ 10 days എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അയച്ചു തന്നിട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടാണ് അവനോട് ഡിസ്കഷൻ തുടങ്ങിയത്. ഈ തിരക്കഥ വായിക്കാന്ന് പറയുമ്പോൾ മുന്നേ അരിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് തിരക്കഥ മുഴുവൻ വായിക്കാൻ മടിയുള്ള ഒരാളാണ്. സ്വന്തം ഭാഗം ക്ലിയർ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ എന്ന് പറയുന്നുണ്ട്. പക്ഷെ വെബ് സീരീസിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ പല ആളുകളുടെ കഥകൾ കൂടിയാണല്ലോ. അപ്പൊ അവരെ കൂടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഈ ഫോർമാറ്റിന് മാറ്റമില്ല. അത് എവിടെ പരസ്യമാണ്? പരസ്യം പിന്നെ ഞാൻ തിരക്കഥ വായിക്കും. ചെറുതാണ്. ഒരു പേജേ ഉള്ളൂ. വായിക്കാത്ത മടി കാരണമല്ല, മെമ്മറിയിൽ നിൽക്കുന്നില്ല. അത് വായനാശീലമുള്ളവർക്കേ അത് പറ്റുള്ളൂ. ഡയറക്ടേഴ്സിന് അത് ചെയ്തേ പറ്റൂ. അത് അവരുടെ ഉള്ളിൽ നിന്നുള്ള പാഷനിൽ വരുന്ന. എനിക്ക് മറ്റ് കഥാപാത്രങ്ങളുടെ ഇമോഷണൽ, എനിക്ക് മാനസിക വ്യാപാരങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമില്ല. എനിക്ക് ആ സർപ്രൈസ്, ഇപ്പോൾ KCF 2-ൻ്റെ കഥ എന്താണെന്ന് ഞാൻ റിലീസിങ് ദിവസം കാണാൻ ഞാനിരിക്കുക. ഡബ് ചെയ്യുമ്പോഴും ഉണ്ട്. ഇത് അറിയാതെ നമ്മൾ അഭിനയിച്ചിട്ട് ഡബ് ചെയ്യാൻ ചെല്ലുമ്പം ഇതായിരുന്നല്ലേ ആ കഥ, ഈ സീൻ ഇതായിരുന്നു. സീനൊക്കെ ചിലപ്പോൾ അറിയാട്ടോ, പക്ഷെ ഇതിന് മുന്നേ ഇത് കഴിഞ്ഞിട്ടാണ് ഇതിലോട്ട് വന്ന, അല്ലെങ്കിൽ നമ്മൾ ചില ഫോണിൽ പറയുന്നത് ആരോടാന്നൊന്നും അറിയില്ലല്ലോ, ഇതെന്താ പറഞ്ഞത്, ഇതായിരുന്നു എന്നൊക്കെ ഉള്ളൊരു ഹൈ ഉണ്ട്. ആ എക്സ്റ്റംബർ എനിക്ക് ഭയങ്കര സർപ്രൈസ് ഇഷ്ടമാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഡയറക്ടേഴ്സ് ആക്ടറാണ്. നമ്മൾ ഈ പറയുന്ന സീൻ പഠിച്ച് സെറ്റായിട്ട് തന്നെ വരുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മുടെ സമയം ഒന്നും കളയത്തൊന്നുമില്ല. എല്ലാം പഠിച്ച് എല്ലാം സെറ്റായിട്ട് തന്നെ വരുന്നത്. ഈ അടുത്ത് ഇതേപോലെ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അയാൾ പറഞ്ഞു കേട്ടാണ്, നിങ്ങൾക്ക് സിനിമ ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ ദയവ് ഇത് സിനിമ കാണാൻ തീരുമാനിച്ചൊരു സിനിമയാണെങ്കിൽ അതിന്റെ ട്രെയിലറോ ടീസറോ കാണില്ലേ? ചില എക്സൈറ്റ്മെന്റ് ഉള്ള സാധനത്തിന്റെ ട്രെയിലർ ഒന്നും കാണാതെ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ്. അതെ 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 അതെ.